പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സവാക് 3 ഡി ക്ലാപ്സ് മീഡിയയുടെ ബാനറിൽ ഗോപന് സംവിധാനം ചെയ്ത വെബ് സീരീസ് ആയിരുന്നു. അതിൻ്റെ മൂന്നാമത്തെ പാർട്ടായിരുന്നു ഇപ്പം നമ്മൾ അവസാനത്തെ പാർട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നിങ്ങളെല്ലാം കാണാൻ വന്നിരുന്നു. അപ്പോൾ അന്ന് വരാൻ പറ്റാത്ത കുറച്ച് പേര്, അതായത് വരാൻ പറ്റാത്ത 4 പേരിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളും 4 പേരുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്നുകൂടെ നിങ്ങളെ കാണാം, നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ പുതിയ ലൈവിലേക്ക് സ്വാഗതം. ദുരുദ്ദേശം വല്ല ഉണ്ടാ? അന്നക്കുട്ടി പേടിക്കണമെന്നേ, നിന്നോടൊപ്പം ഞാനുണ്ടല്ലോ. നമ്മൾ ഈ സിഗരറ്റ് വാങ്ങിച്ച് വലിക്കുമ്പോഴേ രുചി വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് സഹായിക്കാമല്ലോ. പുള്ളിയെ കാണാൻ ആര് വന്നാലും പുള്ളി തന്നെയാണ് ബില്ല് പേ ചെയ്യുന്നത്. ഇവനൊക്കെ ഭ്രാന്താടാ. സലീമല്ലേ? അനിയേട്ടാ, നീ പക്ഷെ ചിലതൊക്കെ ശരിയാണ്. കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ശ്രീ ജയൻ കൊടുങ്ങല്ലൂർ. ജയൻ ചേട്ടാ, പിന്നെ ഈ സവാക് 3യുടെ വെബ് സീരീസിൽ വന്ന് പെട്ടതും എങ്ങനെ ഞങ്ങളോട് എത്തിപ്പെട്ടു, പിന്നെ ഇതിനകത്ത് വന്നതിൻ്റെ അനുഭവങ്ങൾ എല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് കൊണ്ട് വിവരിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ആദ്യമായി സവാക് വെബ് സീരീസിൻ്റെ ഫുൾ ക്രൂവിന് ആദ്യമായി നന്ദി പറയുകയാണ്. വളരെ നല്ലൊരു അനുഭവമാണ് ഈ ഒരു സവാക് 3 എന്ന് പറയുന്ന ഈ വെബ് സീരീസിൽ വന്ന് പെട്ടപ്പോഴുണ്ടായത്. ഞാൻ ഔപചാരികമായിട്ട് ചെറീസ് റെസ്റ്റോറൻറ്റ് വന്നിരിക്കുമ്പോൾ ഗോപനെ കാണുകയും ഗോപൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഷൂട്ടുണ്ട്, ചെറിയൊരു സീനുണ്ട്, ഒന്ന് മുഖം കാണിക്കാം, ആർക്കും പ്രത്യേകിച്ച് പേര് ഒന്നും മാറ്റമൊന്നുമില്ല, നിങ്ങളുടെ പേരിൽ തന്നെ എല്ലാവരും നിങ്ങളുടെ പേരിൽ തന്നെ, ജയനാണെങ്കിൽ ജയൻ തന്നെ, ഇപ്പം മറ്റൊരാളെ അവരവരുടെ പേരിൽ തന്നെ അറിയപ്പെടാം, ഒരു മേക്കപ്പ് ഇല്ല, മറ്റൊന്നുമില്ല. നമ്മൾ വന്നിരിക്കുന്ന ആ ഒരു സീനിൽ തന്നെ നമ്മൾ എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ആ ഡ്രസ്സിൽ തന്നെ ഇരിക്കുന്നു. ഡയലോഗ് പറയുന്നു. ആദ്യം ഡയലോഗൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ബലപ്പെടുത്തായിരുന്നു. ഗോപൻ വളരെയധികം സഹായിച്ചു. നിങ്ങൾക്കറിയാം, ഗോപൻ കൊല്ലം, അദ്ദേഹം റിയാദിൽ അറിയപ്പെടുന്ന ഒരു നല്ല ഡയറക്ടറാണ്. വെബ് സീരീസ്, ഷോർട്ട് ഫിലിം, അതുപോലെ ഫിലിം സതി എന്ന് പറയുന്ന ഒരു ഫിലിം റിയാദിലുള്ളവർക്കറിയാം. റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ ആദ്യമായിട്ട് ഒരു മലയാളി ഡയറക്റ്റ് ചെയ്ത് ഇവിടെ തന്നെ മലയാളി സുഹൃത്തുക്കൾ നിർമ്മിച്ച ഒരു ഫിലിം, 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഫിലിം OTTയിലൊക്കെ റിലീസ് ചെയ്ത ഒരു സിനിമ റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ പ്രദർശിപ്പിച്ചു. നമ്മളൊക്കെ പോയിരുന്നു. വളരെ നല്ലൊരു അഭിപ്രായമാണ്. അംബാസഡർ അടക്കം വളരെ നല്ലൊരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെ സംവിധാന രംഗത്ത് തൻ്റേതായ കഴിവ് തെളിയിച്ച് റിയാദിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ് ഗോപൻ. ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ്, ഗോപനങ്ങ് പൊക്കുകയാണ്. അതല്ല, യഥാർത്ഥത്തിൽ ഗോപനെ പൊക്കുകയല്ല, സത്യത്തിൽ യു ഡിസർവ് ഇറ്റ്, അതിന് താങ്കൾ അർഹനാണ്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് വെബ് സീരീസ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം, ആൽബങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. നമുക്ക് ഓരോരുത്തരെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്, ആരെക്കുറിച്ച് മോശം അഭിപ്രായമില്ല. പക്ഷേ ഓരോരുത്തരെ നമ്മളൊരു ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സുധീർ പറഞ്ഞ അടുത്തന്നെ തീർച്ചയായിട്ടും വിളിച്ചില്ലെങ്കിൽ വിവരം അറിയും. അടുത്ത ലൈവിലും വരും നമ്മൾ. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു ഒരു വെബ് സീരീസ് സവാക് 3, അതിൻ്റെ പാർട്ട് 1, പാർട്ട് 2 കഴിഞ്ഞു. പാർട്ട് 3 വളരെ നല്ല രീതിയിൽ തന്നെ യൂട്യൂബ് ചാനലിൽ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും, ഒന്നും കൂടി പറയുന്നു, എല്ലാവരും ആ ഒരു വെബ് സീരീസ് കാണണം, പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാവിധ പിന്തുണയും ഉണ്ടാകണം. എന്ത് മോശം അനുഭവം എന്തെങ്കിലും ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഡയറക്ടറുടെ എന്തെങ്കിലും? മോശമല്ല, എനിക്ക് ഒരനുഭവമാണ്. അനുഭവം ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ ഒരു റോളപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ റിയാദിൽ ഒരു 10,200 വേദികളിൽ സുധീറിനറിയാം, സുധീറായിട്ട് 100 കണക്കിന് വേദികളിൽ ഉണ്ടായിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഷോർട്ട് പീരീഡിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒരു റോളപ്പിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഫോട്ടോ വരുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിലും ചാനലിലും മറ്റുള്ളൊക്കെ വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും
ഞാൻ ഒരിക്കലും ഒരു റോളപ്പിൽ എൻ്റെ ഒരു ഫോട്ടോ വയ്ക്കാൻ ഞാൻ ഇന്നുവരെ അനുമതി കൊടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ അനുമതിയുടെ ഒരു ആവശ്യമില്ലാതെ തന്നെ ഇതിൻ്റെ ടീം തന്നെ വെച്ചിട്ടുണ്ട്. അത് സന്തോഷം. അങ്ങനെ ഇങ്ങനെ ഒരു ഫോട്ടോ റോളപ്പിൽ കാണാൻ സാധിച്ചാലും സന്തോഷം. മോശം അനുഭവമൊന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഗോപൻ അതാണ് മോശം അനുഭവം എനിക്കില്ല. കാരണം ഒരു ഫ്രണ്ട്ലി തന്നെയാണ് ഗോപനെല്ലാം പറഞ്ഞത്. ഞാനൊരു അഭിനേതാവൊന്നുമല്ല. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഒന്ന് ബലം പിടിച്ചാണ് സംസാരിക്കുക. അത് ഒന്ന് അപ്പോൾ തന്നെ പറഞ്ഞു, ഒന്ന് വിട്, ശ്വാസം വിട്, ഇത്ര അങ്ങോട്ട് ഗൗരവമാവണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയത്. കാരണം നമ്മുടെ കുറ്റമല്ല, നമ്മുടെ കുറവുകൾ മറ്റൊരാൾ പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. ആ കുറവുകൾ തിരുത്തുമ്പോഴാണ് നമ്മൾ മറ്റൊരു മനുഷ്യനായി തീരുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം, നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ ശരിയാണ് എന്ന് നമ്മൾ കരുതരുത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മുഴുവൻ ശരിയാണ്, കറക്റ്റ് പ്രൊനൗൺസിയേഷനാണ് എന്നും നമ്മൾ കരുതരുത്. അപ്പോൾ ഇതിൽ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതിന് ബിഗ് താങ്ക്സ്. സലീൻ ഭായ് എന്തുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? സലീൻ ഭായിയെ എല്ലാവർക്കും അറിയാമായിരിക്കും. പുള്ളി കുറേ അല്ലേ എന്താ പറയണ്ടേ, സീരിയലുകൾ, പിന്നെ സിനിമയിൽ, പിന്നെ എന്താണ് പറയേണ്ടത്, ആൽബം, ഇതിനകത്തൊക്കെ നാടകം, ഇതിനകത്തൊക്കെ സുപരിചിതനാണ് സലീൻ സാഗര. അപ്പോൾ സലീൻ ഭായി ഗോവൻ്റെ ഒട്ടുമിക്ക സീരീസിലും പിന്നെ ടെലിഫിലിമിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. സലീൻ ഭായ്, നിങ്ങൾക്ക് ഈ വെബ് സീരീസ്, അതായത് സൗവാക്ക് 1, 2, 3, അതിൽ നിങ്ങളുടെ ഒരു അനുഭവം, അതുപോലെ ഈ സൗവാക്ക് 1 കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഒറ്റയ്ക്കോ എന്ന് പറഞ്ഞൊരു അല്ല, സൗവാക്ക് 1 സെലിൻ്റെ ആയിരുന്നു ലൊക്കേഷൻ കുറച്ചൊക്കെ, നമ്മൾ ഓണപരിപാടിയൊക്കെ എടുത്തത്. 2, 3 ഉണ്ടല്ലോ അല്ലേ. പിന്നെ ഒറ്റയ്ക്കോയിൽ വന്നപ്പോൾ സെലിനും ഉണ്ടായിരുന്നു. അപ്പം ഗോപൻ്റെ ഒട്ടുമിക്ക ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക സംരംഭങ്ങളിലും സെലിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പറയാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ, എന്താണ് സെലിനുള്ളത്? നമസ്കാരം. ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തിരുത്തുന്നു. എൻ്റെ പേര് സെലിൻ, ആറ്റിങ്ങിലാണ് സ്വദേശം. ഇവിടെ 10-20 വർഷമായിട്ട് പ്രവാസിയാണ്. അപ്പോൾ ഈ കലാപ്രവർത്തനമായിട്ട് നാട്ടിലുണ്ടായിരുന്നു. ഇവിടെ വന്ന ശേഷവും ആ കലാപ്രവർത്തനം തുടരാനുള്ള ഭാഗ്യം ലഭിച്ചു. നവോദയയുടെ നാടകങ്ങൾ, പല സംഘടനകളുടെയും നാടകങ്ങളുടെയും മറ്റുമൊക്കെ തുടരുന്നതിനിടയ്ക്കാണ് ഗോപൻ സിനിമാ നിർമ്മാണം ആരംഭിച്ചത്. ഗോപൻ വന്ന് ആദ്യം കളിയാകരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം, അത് മുതൽ ലൊക്കേഷനിൽ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു വില്ലയിലായിരുന്നു, അതൊരു വരിക്കാശ്ശേരി മന പോലെ ആക്കി സ്ഥിരം അവിടെ തന്നെ ഇങ്ങനെ. അപ്പോൾ പിന്നെ ആ കൂട്ടത്തിൽ നമ്മൾ മുഖം കാണിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിലോട്ട് വന്നു. ആ കളിയാകരുത് കണ്ടപ്പോൾ ഗോപൻ്റെ സംവിധാനത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ കാണുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മതിപ്പ് തോന്നി. അത് നല്ലൊരു പ്രൊഫഷണൽ രീതി തന്നെയായിരുന്നു. അതിനകത്തൊരു സ്റ്റണ്ടും അടിയും പിടിയൊക്കെ ഒരു ഷാജി കൈലാസ് ചിത്രം പോലെയാണ് ആദ്യം തോന്നിയത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വേറെ ചില ഫിലിംസൊക്കെ കണ്ടപ്പോഴത്തേക്ക് സതി പോലെ ഒരു ഫീച്ചർ ഫിലിം ചെയ്തു, അതും മറ്റ് ചില ഷോർട്ട് ഫിലിംസൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു അടൂർ ഗോപാലകൃഷ്ണൻ സ്റ്റൈലാണോ എന്ന് തോന്നിപ്പോയി. ശരിക്കും അല്ല, അതിനകത്ത് അങ്ങനത്തെ ചില സീനുകളുണ്ട്, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തന്നെ ഈ വെബ് സീരീസിൽ തന്നെ 3ാമത്തെ വെബ് സീരീസിലാണ് ഞാൻ അഭിനയിച്ചത് മെയിനായിട്ട്. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഒരു സീനുണ്ട്. ഇതിലിപ്പോൾ ആളിവിടെ വന്നിട്ടില്ല, അഭിനയിച്ച ഒരാൾ ശ്രീരാജ്. അദ്ദേഹം ഇങ്ങനെ ലാസ്റ്റ് നായിക ഭർത്താവിനോടൊപ്പം പോയി കഴിയുമ്പോൾ നായകൻ എളിഭ്യനായി ഇങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ ഈ ശ്രീരാജ് വന്ന് നിന്നിട്ട് ഒരു നോട്ടമുണ്ട്, എന്നിട്ടൊരു പറച്ചിൽ കഴിഞ്ഞില്ലേ. അത് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു പത്മരാജൻ ടച്ചാണ് എനിക്ക് അവിടെ തോന്നിയത്. കാരണം അതിനകത്ത് കൂടുതൽ സംസാരത്തിൻ്റെ ആവശ്യമില്ല, ആ ഓട്ടത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അല്ല, അത് ഇടയ്ക്ക് കയറുന്ന ക്ഷമിക്കണം. ആ ഒരു 20 സെക്കൻഡിനകത്ത് ശ്രീരാജ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് നോക്കിയാൽ ശ്രീരാജിനാണ് ഏറ്റവും കൂടുതൽ 20 സെക്കൻഡേ ശ്രീരാജ് ഉള്ളൂ അതിനകത്ത്. ആ കഥാപാത്രമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ കഥാപാത്രം മൗനമായിട്ട് നിന്നിട്ട് പോലും അത് ഒരുപാട് കൺവേ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ അതാണ് എനിക്ക് ഏറ്റവും. അതുപോലെ ചില സീനുകൾ പുള്ളി ഈ പത്മരാജൻ്റെ ടച്ച് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒറ്റയ്ക്കോ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തല്ലോ, അതിനകത്ത് ഡ്രൈവറായിട്ട് അഭിനയിച്ചു. അപ്പോൾ അതിനകത്ത് ഡ്രൈവർ നായികയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവസാനം നായിക ബോൾഡായിട്ട് വന്നിട്ട് വണ്ടിയിനകത്ത് കയറി ഇരുന്നിട്ട് പേയ്മെൻറ്റൊക്കെ കൊടുത്തിട്ട്, അപ്പോൾ ഈ യാത്രയുടെ ഇടയിൽ ചോദിക്കുമ്പോൾ ഡ്രൈവർ കള്ളം പറയുന്നുണ്ട്. പേര് ചോദിക്കുമ്പോൾ ബാബു എന്ന് അരച്ചിട്ട് പേര് മാറ്റി പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റിലൊരു വിസിറ്റിംഗ് കാർഡ് അവിടെ നിന്ന് എടുത്തിട്ട് അതിനകത്ത് പേരുണ്ട്.
അപ്പോൾ യഥാർത്ഥ പേര് കണ്ടിട്ട് ചോദിച്ചിട്ട് ആ നായിക ഇങ്ങനെ നോക്കിയിട്ട് ഈ വില്ലനെ നോക്കിയിട്ട് ബാബു അല്ലേ ഇങ്ങനൊരു ചോദ്യമുണ്ട്. അത് ഇതുപോലെയാണ് അതിനകത്ത് ആ ഒരു മീനിങ് വരുന്നത്. അതായത് നീ പറഞ്ഞ എല്ലാം ആ ഒരൊറ്റ ഇതിനകത്തുണ്ട്. അതാണ് ഞാൻ ആ പത്മരാജൻ ടച്ച് എന്ന് പറയുന്നത്. ചില കഥാപാത്രങ്ങൾക്ക് അങ്ങനെ ഒരു ടച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മറ്റു പറയാൻ വേറെ എന്താ പറയാൻ, ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് രസകരമായിട്ട്. അതൊരു അങ്ങനെ വലിയ തമാശകളൊന്നും ഇതിനകത്തൊന്നിലും, ഇതിലൂടെയുള്ള തമാശകളുള്ളൂ. കഥാപാത്രം മൗനമായിട്ടുള്ള തമാശകളല്ലാതെ മെയിനായിട്ട് ഡയലോഗ് കൊടുത്തിട്ടുള്ള തമാശകളൊന്നും വന്നിട്ടില്ല. പക്ഷേ പാട്ടൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് 2-ൽ സവാക്ക് 2-ൽ നല്ലൊരു പാട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ. അല്ല, സവാക്ക് 2-ലെ പാട്ടിലല്ലേ നമ്മൾ അതെ ആ പാട്ട് എഴുതിയ ആളെ കൊണ്ട് തന്നെ നമുക്കത് അഭിനയിപ്പിക്കാൻ പറ്റി. അല്ലേ, പുള്ളി ദമാമിലായിരുന്നു, വന്ന് അഭിനയിച്ചിട്ട് പോകാൻ പറ്റി പുള്ളിക്ക്. അത് നല്ലൊരു പാട്ടായിരുന്നു. ഒരുപാട് പ്രവാസികൾക്ക് ഒരു പ്രവാസികളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടായിരുന്നു. അത് അതിന് വളരെ കൺഗ്രാറ്റ്സ്. ഓക്കെ, ഇനി സെല്ലിൻ്റെ അടുത്ത് വരാം. അപ്പോൾ ഇനി നമ്മുടെ സുധീർ കുമ്മിൾ. അപ്പോൾ അച്ഛന് നേരത്തെ പോകേണ്ടതുണ്ട്. തോമസ് എന്തുണ്ടോ? തോമസാന് ഇവിടെ നമ്മുടെ സൗവാക്ക് ടീമിലേക്ക് വന്നുപെട്ട അനുഭവം എന്ന് പറയാം. തോമസായിട്ട് നമ്മളിത് ഷോർട്ടായിട്ട് ചോദിക്കുന്നത് അച്ഛന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ആകസ്മികം അപ്രതീക്ഷിതമൊക്കെ എന്ന് പറയുന്നത്, ആകസ്മികം അപ്രതീക്ഷിതം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ അങ്ങനെയാണ് ഞാൻ ഈ സവാക്കിൽ വന്ന് വിടുന്നത്. കാരണം ഞാൻ ചെറിയ റെസ്റ്റോറൻറ്റിൽ എൻ്റെ മൊബൈലിൽ നിന്ന് ചാർജ് ചെയ്യാൻ ആ കൗണ്ടറിൽ വരുമ്പോഴത്തേക്കാണ് ഈ ഗോവൻ എന്നെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഗോവൻ ചായ ഒരു മിനിറ്റ് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അഭിനയിക്കാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അഭിനയിച്ചിട്ടില്ല, എനിക്ക് സാധിക്കത്തില്ല, എനിക്ക് പോകണമെന്ന് പറയും. എല്ലാ ചായ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇത്, ഒരു മിനിറ്റ് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇതിൻ്റെ കൂടുതൽ ഭാഗവാക്ക് ആകുകയായിരുന്നു. പക്ഷെ അതിൻ്റെ പിന്നിലെ ലക്ഷ്യം പിന്നീട് എനിക്ക് മനസ്സിലായി. കാരണം ഈ റെസ്റ്റോറൻറ്റിലെ ചെറിയൊരു പാർട്ണർഷിപ്പ് എനിക്കുണ്ട്. എന്നെ വെച്ചിട്ട് പല പ്രാവശ്യം അവിടെ റൂം വേണം, ഇവിടെ പ്രോഗ്രാം നടത്തണം, അച്ചായ വെള്ളിയാഴ്ച വേണം, ശനിയാഴ്ച വേണം. നമ്മൾ ഇപ്പോഴും നമ്മൾ ചെറുത് തന്നെ. എനിക്കൊന്നും മേളത്തൊരു കണ്ടീഷനിലാണ്. എനിവേ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് നല്ലൊരു ടീമിനെ എനിക്ക് കിട്ടി. ഞാൻ ഇച്ചിരി തിരക്കുള്ള മനുഷ്യനാണ് എപ്പോഴും. ഇപ്പോൾ തിരക്കാൻ ഞാൻ വാച്ച് നോക്കി നിൽക്കുകയാണ്. എനിക്കിപ്പോൾ പോകണം, എൻ്റെ വൈഫ് ഇപ്പോൾ പോകണം. അത് കാരണം എനിക്ക് അത്യാവശ്യമായിട്ട് ഇവിടുന്ന് പോകണം. എങ്കിലും ഇവർ വിളിച്ചതനുസരിച്ചിട്ട് വന്നതാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ഉടനെ ഇറങ്ങിയാണ്. വളരെ നല്ലൊരു അനുഭവം എനിക്ക് ഇവരിൽ നിന്നുണ്ടായി, ഈ ഗ്രൂപ്പിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഈ ഇത്രയും തിരക്ക് പിടിച്ച സമയത്ത് ഞങ്ങളടുത്ത് വന്ന് സഹകരിക്കാൻ തോന്നിയ മനസ്സിന് നന്ദി. അതുപോലെ അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായ ഒരു പാർട്ടിയൊക്കെ ഷെറീസിൽ വെച്ച് അറേഞ്ച് ചെയ്യാം സൗവാക്ക് ടീമിനകത്ത്. അപ്പോൾ അത് നമുക്ക് പിന്നീട് അതിൻ്റെ ലൈവ് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ അടുത്തത് സുധീർ കുമ്മിളിനെ റിയാദിലെ പോകുന്നുണ്ടെങ്കിൽ അതെ. അപ്പോൾ അച്ഛാ താങ്ക് യു. സുധീർ കുമ്മിൾ റിയാദിൻ്റെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ സുധീർക്ക എന്താണ് സൗവാക്ക്? അതായത് സുധീർക്ക സൗവാക്കിൻ്റെ 1, 2 ഇതിലും എല്ലാ പാർട്ടിലും ഞങ്ങൾ 3-4 പേരെ പോലെ ബാക്ക് സൈഡിലായിരുന്നു, ക്യാമറയ്ക്ക് പുറയിലായിരുന്നു ഞങ്ങളൊക്കെ. അതെ, പ്രൊഡക്ഷൻ കൺട്രോളർ. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയ്ക്ക് പുറകിൽ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിരുന്നു സുധീർക്ക 3-ലാണ് നമുക്കെല്ലാം ഒരു മുഖം വെളിയിലോട്ട് വന്നത്, നമ്മുടെയൊക്കെ ഫേസ് വെളിയിലേക്ക് വന്നത്. അതെ, അപ്പോൾ എന്ത് തോന്നുന്നു സുധീർക്ക ഇതിൽ എത്തപ്പെട്ടതും പിന്നെ നമ്മുടെ ഗോപൻ്റെ ഈ ചെറിയ പരിപാടികളൊക്കെ എന്ത് തോന്നുന്നു? സന്തോഷം. ഒന്ന്, കുറേ നാളായി ഈ സൗവാക്ക് സീരീസിൻ്റെതും മറ്റ് പല ഷോർട്ട് ഫിലിമിൻ്റെയും ചർച്ചകളിലൊക്കെ കൂടാറുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു സൗവാക്ക് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് എംബസി ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ വെച്ചിരുന്നു. ആ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ഷോർട്ട് ഫിലിം എംബസിക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന രൂപത്തിലാണ് സൗവാക്ക് 1-നെ കുറിച്ച് ആലോചിക്കുന്നത്. അത് പിന്നീട് കുറച്ചുകൂടി നമ്മൾ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ലെങ്തി ആയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ തുടങ്ങിയതാണ്, ഇപ്പം 3-ൽ നിൽക്കുകയാണ്. പക്ഷേ ഈ സൗവാക്ക് കണ്ടിട്ടാണോന്ന് അറിയില്ല, എംബസി മത്സരം നിർത്തി വെച്ചു. എംബസി നടത്തിയില്ലെന്ന് തോന്നുന്നു.
പിന്നീട് ഇപ്പോൾ സവാക്ക് 3 വളരെ അഭിമാനപൂർവ്വം. കാരണം സവാക്ക് 1 എംബസിയിലെ മത്സരത്തിനാണ് നമ്മൾ തയ്യാറാക്കിയതെങ്കിലും മറ്റു പല സ്ഥലത്തുനിന്നും അതിന് പുരസ്കാരങ്ങൾ കിട്ടി. ശൈലജ ടീച്ചറെ അടക്കം സവാക്ക് 1 പുരസ്കാരം വാങ്ങിക്കാൻ അതിൻ്റെ സംവിധായകനും പ്രധാന നടനടക്കം അതിൻ്റെ നിർമ്മാതാവും പോയി സ്വീകരിക്കുന്നതിനെ ഉണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റിയാദിലെ സിനിമാ ചരിത്രത്തിൽ കൃത്യമായൊരു അടയാളപ്പെടുത്തൽ സവാക്ക് വെബ് സീരീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള. ഇടയ്ക്ക് കയറുന്നത് ക്ഷമിക്കുക. ഇതിൻ്റെ ഈ കഥ എഴുതുന്ന സമയത്തും അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ അല്ല, ഈ ഒരു എന്താ പറയണ്ടേ, കഥയുടെ ആ ഒരു തിരക്കഥാ സമയത്തൊക്കെ സുധീർക്കാട് ഒരു പങ്ക് അതിനകത്ത് വന്നിട്ടുണ്ടോ? കാരണം നമ്മൾ ആ സുധീർക്കാട് റൂമിൽ വെച്ചിട്ട് കുറച്ച് സമയങ്ങൾ, അതായത് കുറച്ച് സമയമല്ല, ഒരാഴ്ചയോളം സുധീർക്കാട് റൂം ഞങ്ങൾ അങ്ങ് എടുത്തേക്കായിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് ഗോപൻ്റെ കഥ എഴുതുന്നൊരു രീതിയുണ്ട്. ഗോപൻ പലയിടത്തും അഭിപ്രായം പറയും, എന്നാലും ഗോപനൊരു ചിന്തയുണ്ട്, അതിലേ പോവും. ലാസ്റ്റ് ആ ട്രാക്കിലേ പോവുള്ളൂ. പക്ഷെ അത് ഗോപൻ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെയൊക്കെ പോകും. അത് പക്ഷേ ഗോപൻ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെയൊക്കെ പോകും. അവിടെ ശിഖാവൊക്കെ വന്നിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്തോ. അപ്പോൾ അങ്ങനെയാണ് ഗോപൻ. ഇതിനകത്ത് നമ്മൾ ഈ കഥ തുടക്കത്തിൽ ഗോവനുണ്ടായിരുന്നൊരു ആശയം അല്ല ഈ സിനിമ തീർന്നപ്പോൾ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അതിനകത്ത് ആദ്യം ഉണ്ടായിരുന്ന കഥാപാത്രങ്ങളല്ല പിന്നീട് ഉണ്ടായ കഥാപാത്രങ്ങൾ. ഓരോ ഘട്ടത്തിലും സിനിമ അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് മാറി വരുന്നൊരു രീതി ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പോലും തുടക്കത്തിൽ കാണാത്ത കഥാപാത്രങ്ങളുടെ ക്ലൈമാക്സ് ഒക്കെ ഒരു വേറെ ലെവലിലെത്തി. അല്ല, എനിക്ക് തോന്നുന്നു സുധീർക്കാട് ഒരു പങ്കുണ്ട്. കാരണം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഡയലോഗിൻ്റെ ഒരു ചെറിയ ഇതുള്ള അതിൽ. പക്ഷേ അതിൽ പ്രത്യേകിച്ചൊന്നും നമ്മളെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറയാനില്ല. അത് പൂർണ്ണമായിട്ടും സംവിധായകൻ്റെ തന്നെയാണ് ഈ കഥ. അത് വർക്കൗട്ട് ആയാലും ഇല്ലെങ്കിലും. എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഏതൊരു സാധനം ചെയ്യുമ്പോഴും നമുക്കൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, എന്നിട്ട് നമ്മളൊരു കൂട്ടായ ഒരു ചർച്ചയുണ്ട് ഇതിനകത്ത്. അപ്പം അതിലെല്ലാം ഭാഗമായിട്ടുള്ള ഒരാളാണ് എല്ലാവരും ഉണ്ട്. ഈ മിക്കവാറുള്ളവരെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യും. പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളേതെങ്കിലും കാണും. ചിലപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ റീഷൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് അഭിനയിക്കാനൊന്നും ആഗ്രഹം തോന്നില്ല. അത് നമുക്കിപ്പോൾ സവാക്ക് 1 പ്രോംപ്റ്റ് ചെയ്യാൻ ലൈറ്റ് ബോയ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇതെല്ലാം വർക്കെല്ലാം പൂർത്തിയായിട്ട് ഇതിൻ്റെ ഇത് വിഷ്വൽ വരുമല്ലോ, വരുമ്പോഴാണെങ്കിൽ നമ്മൾ വിഷമം ഉണ്ടാവും. നമ്മൾ ക്യാമറയുടെ ബാക്കിലായിരിക്കും, ഇവിടെ എന്നും നമ്മളുണ്ടാവില്ല. പിന്നീട് ഓർമ്മയിൽ പോലും ഇങ്ങനെ ഒരാളുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ്. പിന്നെ എല്ലാവരുടെ ഉള്ളിലും അഭിനയിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് പറയാനും അഭിനയിക്കാൻ തനിക്ക് കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കുണ്ട്. അത് എന്നെപ്പോലെ തന്നെ ഉള്ള ഒരാളാണ് രവീന്ദ്രൻ പയ്യന്നൂരും. രവീന്ദ്രൻ്റെ ഉള്ളിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് പറയാനും അഭിനയിക്കാനുള്ള ഒരു പേടി രവീന്ദ്രൻ്റെ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ ഇവിടെ സലിം പറഞ്ഞതുപോലെ ഇതൊരു ഡയറക്ടർ ഫിലിമാണ്. ഒരു 100% ഡയറക്ടർ ഫിലിമാണ്. ഇപ്പോൾ ഒരു കല്ലിൽ നിന്നൊരു ശില്പം കുത്തിയെടുക്കുന്നത് പോലെ ഓരോരുത്തരുടെ കഴിവും പുറത്തെടുക്കുന്നത് സംവിധായകൻ്റെ കഴിവ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അനിൽ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരാളാണ്. ഒന്നിലും 2 ഇല്ലെങ്കിലും 3 പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് അനിൽ പരപ്പങ്കോടാണ്. എനിക്കൊന്നും നമ്മൾ റിയാദിലെ ഷോർട്ട് ഫിലിമിൽ വെച്ച് ഏറ്റവും നാച്ചുറലായിട്ട് ഒരു അഭിനയിക്കുന്നു നമുക്ക് തോന്നാത്ത രൂപത്തിൽ അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷേ ഷൂട്ടിംഗ് സ്ഥലത്ത് നമ്മൾ ചെന്നാൽ അറിയാം, അങ്ങ് കറന്നെടുക്കുകയാണ്, അടിച്ചടിച്ച് തല്ലി പഴിപ്പിച്ച് അനിലിൻ്റെ കഴിവ് പുറത്തെടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ കാണുന്നതിൻ്റെ റിസൾട്ടാണ്. നമ്മൾ കാണുന്നത് നമ്മൾ പറയുന്നതാണ് അനിൽ എന്ത് മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കും നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഷോട്ട് വയ്ക്കുന്നതല്ല. ചില ദിവസങ്ങളിൽ നമ്മൾ 6 മണിക്ക് തുടങ്ങിയ രാത്രി 12, 1 മണിയായിട്ടും തീരാത്ത അവസ്ഥയുണ്ട്. അല്ല, അത് വേറെ ഒന്നും കൂടി പറയേണ്ടതിനകത്ത് അനിൽ എല്ലാവരെയും ഡയറക്റ്റും ചെയ്യും. എല്ലാവർക്കും അഭിനയം പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും കൂടെ അഭിനയിക്കുന്നവർക്ക് അനിൽ മറ്റേ ഫ്രെയിമിൽ ഇല്ലെങ്കിൽ തന്നെയും അനിൽ പറയും അങ്ങനെ എല്ലാ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു നോക്കുന്നൊക്കെ പറയും. നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് അനിലിൻ്റെ ഷോട്ട് വരുമ്പോഴാണ് നമ്മളാകെ പെട്ടോളെ. തോന്നൊക്കെ പഞ്ചായത്തിൽ മുഴുവൻ അരിയും പറക്കിയെടുക്കും. പക്ഷേ അത് എങ്ങനെയായാലും ശരി പിന്നീട് സ്ക്രീനിൽ വരുമ്പോൾ ആ ക്യാരക്ടർ പെർഫെക്റ്റ് ആയിരിക്കും. അതിലെ ഡയലോഗ് ഡെലിവറി ആയാലും ആക്ടിങ് ആയാലും 100% അയാളുടെ കഴിവ് 100% ഡയറക്ടർ ഊറ്റിയെടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ ഇതിനകത്തുള്ള ആരും പ്രൊഫഷണൽ അഭിനേതാക്കളല്ല. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ സെലിനാണ്. സെലിൻ ഇപ്പോൾ ആസ്ഥാന വില്ലനായിട്ടുണ്ട് റിയാദിൽ.
ആസ്ഥാന വില്ല. ഇപ്പോൾ തുടർച്ചയായിട്ട് രണ്ട് ഷോർട്ട് ഫിലിമിൽ അത് പറയാൻ വേറെ ആരോട് പറയണം. ഇതിൽ കഥ എഴുതുമ്പോൾ അനിൽ പൂർണ്ണമായിട്ട് നായകനായിരുന്നു, കഥ അവസാനിക്കുമ്പോൾ അനിൽ വില്ലൻ കൂടിയാണ്. അതൊരു നമുക്കൊരു വില്ലൻ എന്ന ഒരു പരിവേഷത്തെക്കാളും നമുക്കൊരു സ്നേഹം ഇങ്ങനെ. അതെ. പിന്നെന്താണ് എല്ലാവരും രസമാണ്. പിന്നെ ഇതിനകത്ത് തുടക്കത്തിലെ ഷിഹാബ് കൂട്ടുകാടുണ്ട്. തുടക്കത്തിലെ കഥ എഴുതുമ്പോഴേ ഷിഹാബ് കൂട്ടുകാരൻ്റെ ക്യാരക്ടറിനകത്തുണ്ട്. പിന്നീട് ജയം കൊടുങ്കൽ ഒരു അലക്സും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട കഥാപാത്രങ്ങൾ. പിന്നീട് ആഡ് ചെയ്തപ്പോൾ പക്ഷേ അതിനകത്ത് ആഡ് ചെയ്ത് വന്നപ്പോൾ ഷിഹാബ് ഔട്ട് ആവുകയും ചെയ്തു, ഇവർ രണ്ടുപേരും ഫോക്കസ് ആവുകയും ചെയ്തു. അല്ലേ പറഞ്ഞു അല്ല അങ്ങനെ മതി. അതായത് കൊള്ളാം സിനിമ മൊത്തത്തിൽ തന്നെ. അപ്പം ഞാൻ ഒരു ചെറിയ വേഷമാണ്, ചെറിയൊരു സീനിലാണ് വന്നിട്ടുള്ളതെങ്കിലും കുഴപ്പമില്ലാതെ കഥാപാത്രത്തെ ചെയ്യാൻ കഴിഞ്ഞെന്നാണ് വിശ്വാസം. പിന്നെ നമ്മളേതായ പരിമിതികളുണ്ട്. എത്ര നമ്മൾ വെച്ചാലും നമ്മൾ തന്നെ അല്ലേ. എല്ലാം ശ്രീനിവാസന്റെ കഥാപാത്രം പറയുമ്പോൾ ഒരു ചെറിയ സിഗരറ്റിന്റെ ആ ഒരു ഡയലോഗ് എഴുതുമ്പോഴും നമുക്കറിയില്ല അത് എത്രമാത്രം ഔട്ട് വരും. നമുക്കറിയില്ലല്ലോ, ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ആ രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആയി പോകും. അല്ല, എനിക്കത് പേടിയുണ്ടായിരുന്നു ഇത് വർക്കാവോ. ഇത് കാരണം ഇത് പറയുമ്പോഴാണ് ഇത് ഏറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആകെ ഇത് ചളി എന്ന് പറയാം. ആ ഒരു സംഭവം വരുമ്പോൾ സുധീർക്കാടത്ത് ഇപ്പോൾ സാധാരണ ഒരുപാട് പേര് പല സഹായത്തിലും ഒരു സംഘടനാ പ്രവർത്തന രീതിക്ക് വരാറുണ്ട്. അതേപോലെ നാച്ചുറലായിട്ടാണ് സുധീർക്കാടത്ത് പറഞ്ഞു പോയത്. അതൊരു അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നില്ല ആ വെബ് സീരീസ് കണ്ടു കഴിയുമ്പോൾ. അല്ല, ജീവിക്കാനല്ല, അത് സാധാരണ രീതിക്ക് പറഞ്ഞങ്ങ് പോകാറുണ്ട്. ഞാൻ കാണുന്നത്. പക്ഷേ എനിക്ക് അപ്പോഴും സംവിധാനം ഗോവൻ പറഞ്ഞപ്പോഴും അത് ഷൂട്ട് ചെയ്യുമ്പോഴും ആ സീൻ കാണുമ്പോഴും അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് റിലീസായ ശേഷം നാട്ടിൽ തന്നെ അനിയൻ വിളിച്ചിട്ട് അനിലിനെ അറിയാം. പറഞ്ഞാ ഒരു സിഗരറ്റ് വലിക്കുന്ന ആളെ കൊണ്ട് പാക്കറ്റ് വലിപ്പിച്ചല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വന്നു അത് വർക്കായിട്ടുണ്ട്, അവർക്ക് അത് വർക്കായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ റൂമിൽ നിന്നായിരുന്നു മിക്കപ്പോഴും, ഞാൻ പുറത്തായിരുന്നു. ലൊക്കേഷൻ എല്ലാം അവിടെ തന്നെ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ റൂം മാത്രമേ, ഡ്രസ്സ് കയ്യിലൊക്കെ ചില സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു കട്ടിലൊക്കെ ഉള്ളിടത്ത് 3-4 കട്ടിലൊക്കെ ഇട്ട് 3-4 കട്ടിലൊക്കെ ആയിട്ട് ഏതായാലും കുഴപ്പമില്ല. കുറേ വളരെ ഭംഗിയായിട്ട് ഈ ഒരു വെബ് സീരീസ് എടുത്തിട്ടുണ്ട്. ഇനി അതിന് 4ാം ഭാഗം ഉണ്ടോ എന്നറിയില്ല. ഏതായാലും 4ാം ഭാഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുതിയ ഷോർട്ട് ഫിലിമിൽ തീർച്ചയായിട്ടും റിയാദിലുണ്ടാവും. അതുപോലെ നമ്മുടെ ഒരു സ്വപ്നമാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് ഗോവന് കഴിയട്ടെ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടി അതിൻ്റെ ഭാഗമാകാൻ കഴിയട്ടെ. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. നമ്മുടെ ഷികാവിക്ക റിയാദിലോ റിയാദിലെന്നല്ല, കേരള സമൂഹത്തിന് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തേണ്ടാത്തൊരു വ്യക്തിയാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ്. മുൻ പ്രവാസി സമ്മാൻ ജേതാവ്. അതുപോലെ തന്നെ പഴയ നോർക്ക കമ്മിറ്റിയിലെ അംഗമായിരുന്നു. അപ്പോൾ ഈ റിയാദിൽ ആർക്കെന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം കേൾക്കുന്നൊരു പേര് ഓടിയെത്തുന്നത് ഷിഹാബ് കൊട്ടുകാട്. ഷിഹാബ്ക്ക എങ്ങനെയാണ് നമ്മുടെ ഇതിലേക്ക് വന്നു വിട്ടത്? അതുപോലെ തന്നെ ഷിഹാബ് ചിരിയാണ് എപ്പോഴും. നമ്മളെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത അതിൽ തന്നെ ഒരു ന്യൂസിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ആദ്യം തുടക്കത്തിൽ തന്നെ. അന്ന് പോലെയുള്ള ഒരു റിലേഷൻ ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. അതെ, മറ്റേ ഗദ്ദാമ എന്ന് പറഞ്ഞ സിനിമയിൽ, അതായത് കമൽ ശ്രീനിവാസൻ ചെയ്തിരിക്കുന്ന കഥാപാത്രം ഷിഹാബ്ക്കായെ കുറിച്ചിട്ടാണ്. പിന്നെ അതിനകത്ത് പിന്നെ ആ പേരിലല്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ എല്ലാവർക്കും അറിയാം ആ കഥാപാത്രം. ഒരു അനുഭവമുണ്ട്, സ്വന്തം അനുഭവം കൂടി ആയി കാണിക്കുന്നുണ്ട്. ആ പാസ്പോർട്ട് പുതുക്കുന്ന കാര്യം, അതെ, അത് സ്വന്തം അനുഭവമാണല്ലോ അല്ലേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വെറുതെ ആയില്ല. തീർച്ചയായിട്ടും വളരെ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ ടു ദ എൻ്റയർ ടീം ഓഫ് സവാക് 3 ആൻഡ് ഫണ്ട് ആൻഡ് 2 ഓൾസോ. ഇതൊരു വലിയൊരു എന്താണ്, നമ്മൾ കൂട്ടുകാരന്മാരുടെ ഒരു തമാശ പോലെയുള്ള ഒരു ഒത്തുചേരലും അതൊരു ചെറിയ ഫിലിമായി വരുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമാണ് നമ്മളിതിൽ കാണുന്നത്. നമ്മൾ ഇതിനകത്ത് സീരിയസ്നെസ്സായിട്ടൊന്നുമല്ല ഇതിനെ കണ്ടത്. ജസ്റ്റ് ഒരു ആക്ടിങ്, ജസ്റ്റ് ഒരു ഫോർമാലിറ്റി പോലെ, ചെറിയൊരു ഫോർമാലിറ്റി എന്ന് മാത്രം രീതിയിൽ ഒരു പ്രവാസികളുടെ ഇടയിലുള്ള ഒരു നടക്കാവുന്ന ചില സാഹചര്യങ്ങളിലുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമ്മളൊരു ചെറിയ ഒരു സ്റ്റോറി, അതൊരു ചെറിയ ഒരു ഫിലിം പോലെ ആക്കിയെടുക്കുമ്പോൾ അതിനകത്തുള്ള മെസ്സേജുകൾ വളരെ വലുതാണ്. എല്ലാ ഭാഗങ്ങളും അതിനൊരു മെസ്സേജുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഗോപൻജി സവാക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സതി എന്നുള്ള ഒരു ഫസ്റ്റിലെ ഒരു ഫിലിം നമ്മൾ
ബഹുമാനപ്പെട്ട ഗോപൻജിയുടെ അണ്ടറിൽ അത് ഡയറക്ഷൻ ചെയ്ത് നമ്മൾ എംബസിയിൽ അത് ആദ്യമായിട്ട് അംബാസഡർ ഇനാഗുറേഷൻ ചെയ്തു. ഇന്ത്യൻ എംബസി ഓഡിറ്റോറിയത്തിൽ തന്നെ. അപ്പോൾ അത് തന്നെ നമുക്ക് നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള കലാകാരന്മാരും സംവിധായകന്മാരും ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു അറിയപ്പെടാത്ത. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഗോപൻജി ഫീൽഡിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഗോപൻജി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഒട്ടനവധി അതിൻ്റെ ഇടയിലുള്ള ആർട്ടിസ്റ്റ്, ടെക്നിക്കൽ ടീം, പല രീതിയിൽ സിനിമാ മേഖലകളിൽ ശരിക്കും സംഭാവന ചെയ്യാൻ കഴിയുള്ള അതുല്യമായ ടെക്നിക്കൽ നോഹ ഉള്ളതും അഭിനയ കഴിവുകളുള്ളതുമായ ഒരുപാട് ആൾക്കാർക്ക് ബഹുമാനപ്പെട്ട ഗോപൻജിയും ആതിരയും ഒക്കെ സപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ബഹുമാനപ്പെട്ട അനിൽ ഇപ്പോൾ അവസാനം ഞങ്ങൾ ഈ ഫിലിം ഇത് അഭിനയിച്ച് വന്ന സിറ്റുവേഷനിലാണ് ചെറിയ ചേഞ്ചുകൾ വരുത്തിയിട്ട് നമ്മൾ പിന്നെ അതിപ്പം ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാക്കി മാറ്റി. മനസ്സിലായി? എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം. അല്ലെങ്കിൽ ചിലപ്പം ഇദ്ദേഹം ഒരു വില്ലനല്ലോ, ഒരു ലവർ, ചിലപ്പോൾ വൈഫ് കാണുമ്പോൾ ചീത്ത പറയും. അതെ, അല്ല എങ്കിലും ഇങ്ങനെ ഒളിച്ചിൽ സ്നേഹിക്കുന്നതാകുമ്പോൾ ചിലപ്പോൾ ആൾക്കാരെ യാഥാർത്ഥ്യമായി കഴിയും. ഈ സംഭവം ഇതൊരു ഫിലിമാണെങ്കിൽ ഞാൻ പറഞ്ഞു ചിലതൊക്കെ മാറ്റണം. അത് ആ സെയിം തന്നെ ഷിഹാബൊക്കെ ഒരു ദിവസം പറഞ്ഞു, ഡയലോഗ് ഒന്ന് മാറ്റണേ, അല്ലെങ്കിൽ അതൊരു ഷിഹാബ് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രശ്നം ഷിഹാബ് റിയൽ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡെയിലി സോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് ഇത്തരം കേസുകളുണ്ട്. നമ്മുടെ ഇടയിൽ തൗസൻഡ്സ് ഓഫ് റിയൽ സ്റ്റോറി ഉണ്ട്. റിയൽ സ്റ്റോറികൾ എന്ന് പറഞ്ഞാൽ എത്രയോ ഫിലിമാക്കാൻ കഴിയുന്ന അനവധി സ്റ്റോറികളുണ്ടാവും. അതായത് നമ്മളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. ഒരു സിനിമ കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല. ഷിഹാബ്ജി ചെയ്തിട്ടുള്ള പുണ്യപ്രവർത്തനം മാത്രമല്ല, അനുഭവങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വെബ് സീരീസ് വഴി ഇപ്പോൾ ഇതൊരു മെസ്സേജ് കൊടുത്തപ്പോൾ ഇതുപോലെ നിരവധി സംഭവവികാസങ്ങളുള്ള ഒരു കഥ തന്നെയുണ്ട്. ഒരു കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക് മാത്രമല്ല, നിരവധി സിനിമകൾക്ക് കഥ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളുടെ റിയൽ സ്റ്റോറി നമുക്കിടയിലുണ്ട്. ദുരുദ്ദേശം വല്ലതും ഉണ്ടാ? അന്നക്കുട്ടി പേടിക്കണമെന്നേ, നിന്നോടൊപ്പം ഞാനുണ്ടല്ലോ. നമ്മൾ ഈ സിഗരറ്റ് വാങ്ങിച്ച് വലിക്കുമ്പോഴേ രുചി വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് സഹായിക്കാമല്ലോ. പുള്ളിയെ കാണാൻ ആര് വന്നാലും പുള്ളി തന്നെയാണ് ബില്ല് പേ ചെയ്യുന്നത്. ഇവനൊക്കെ ഭ്രാന്താടാ. സലീമല്ലേ? അനിയേട്ടാ, പക്ഷെ ചിലതൊക്കെ ശരിയാണ്.